നമസ്കാരം. ഏവരുടെയും ജീവിതത്തിൽ അവർ അറിയാത്തതോ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതോ ആയ പലവിധ രഹസ്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെയോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നതോ ആയ ചില സത്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഏവരും ഈ നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണം. ആദ്യം ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ആരെയാണോ വിശ്വസിക്കുന്നത് ആ ശക്തിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എന്താണോ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതികൂലമായി കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ എല്ലാം ഒഴിവാകണം എന്നും മനസ്സിൽ അറിയാതെ കിടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പോകുന്നതായ പല സത്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും അറിയണം, ജീവിതത്തിൽ അത് ഗുണകരമായി ഭവിക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഏവരും പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആദ്യം കണ്ടത് ഏത് ചിത്രമാണ് എങ്കിൽ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഇനി ചിത്രം മാറ്റാൻ പാടുള്ളതല്ല. അതിനു മുന്നോടിയായി നിങ്ങൾ പ്രാർത്ഥിച്ച ആ ദേവതയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ നമ്പറായ 11 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിതത്തിൽ പരിശ്രമിക്കാത്ത വ്യക്തികളല്ല നിങ്ങൾ, വളരെയധികം പരിശ്രമിക്കുന്നവരാണ്. പരിശ്രമിച്ച് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് ഒരു കാര്യം നേടിയെടുക്കുവാൻ അത്രമേൽ ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ അത്തരത്തിൽ പരിശ്രമങ്ങളിലൂടെ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ളവരാണ് എന്ന് പറയാം. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ഒരു വേഗം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. നിങ്ങളെ പല കാര്യങ്ങൾ കൊണ്ടും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അദൃശ്യമാണ് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും കുതിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കഴിവുകളുണ്ട്, കൂടാതെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ജീവിതത്തിൽ കാണുന്ന വ്യക്തികളുമാണ്. എന്നാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളെ പിന്നോട്ടടിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത്. ഇത് ഒരിക്കൽ മാത്രം സംഭവിച്ചിരിക്കുന്ന കാര്യമല്ല, പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന, അത് തൊഴിൽപരമായാകാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സ്വന്തം ആവശ്യമായി കണ്ട് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സമയവും അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ സമയങ്ങളും കളഞ്ഞിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറയാം. അത് ജീവിതത്തിൽ പല ആവർത്തിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവരാരും നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ കാണാറില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷ പുലർത്തും, എന്നാൽ അവരിൽ നിന്നും തിരികെ അത്തരത്തിലൊരു സാഹചര്യമല്ല അല്ലെങ്കിൽ അനുഭാവപൂർണമുള്ള ഒരു
മറുപടിയല്ല അല്ലെങ്കിൽ പ്രവൃത്തിയല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നതും വാസ്തവമാണ്. ഇത് ഒരുപാട് തവണയായി ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യം തന്നെയാണ്. നിങ്ങൾ പലപ്പോഴായി ചതിക്കുഴിയിൽ വീണുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തികളാണ്. അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന സാഹചര്യമല്ല. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ അമിതമായ വിശ്വാസമാണ്. പലരെയും ഇത്തരത്തിൽ അമിതമായി നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരോട് അല്ലെങ്കിൽ പല വ്യക്തികളോടും നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുണ്ട്. അവർ കൂടെയുണ്ടാകും എന്നൊരു വിശ്വാസം തന്നെയാകാം അതിന് പിന്നിലെ കാരണം. അവർ മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങളായിരിക്കാം, വിഷമതകളായിരിക്കാം ഉണ്ടാവുക. ആരെങ്കിലും ഒന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, പിന്തുണ നൽകിയിരുന്നെങ്കിൽ, ഒന്ന് സ്നേഹത്തോടെയെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും തോന്നുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സ് വളരെയധികം വിഷമതകളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. ആർക്കു വേണ്ടിയും പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകുന്ന മനസ്സാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ ഈ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്നതാണ് വാസ്തവം. കാരണം അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. പല കാര്യങ്ങളിലും ഒരു മടുപ്പ് പോലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പണ്ടുണ്ടായിരുന്നതായ ആ ഉത്സാഹമോ അല്ലെങ്കിൽ ആ ചൊടി ഇല്ലാത്തതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ്. പണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ ആ ഊർജം ഇപ്പോൾ ഇല്ലാത്തതായ സാഹചര്യമാണ് ഉള്ളത്. എന്തിനു വേണ്ടി വളരെയധികം കാത്തിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങൾക്കായുള്ള കാത്തിരിപ്പും ഇവിടെ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ അതിനെല്ലാം നിങ്ങൾക്ക് തിരിച്ചടികൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും നിങ്ങളുടെ കഴിവുകൾ പോലും പുറത്തെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഒരുപാട് പ്രതീക്ഷകൾ പല കാര്യങ്ങളിലും വച്ച് പുലർത്തിയിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. കാരണം പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തനിയെ നിന്ന് പോയിട്ടുള്ള സാഹചര്യം പോലുമുണ്ട്. ധനപരമായി നിങ്ങൾക്ക് ഉയർച്ചകൾ മാത്രമല്ല, ഒരുപാട് താഴ്ചകൾ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. കൈകളിലേക്ക് വന്ന് ചേരുന്ന പണം അത് പലപ്പോഴും നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. എങ്ങനെ ചെലവായി പോകുന്നു എന്ന് പോലും മനസ്സിലാകാത്തതായ സാഹചര്യം, വല്ലാതെ പ്രയാസം നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യം, നിങ്ങൾക്ക് മറ്റുള്ളവർക്കിടയിലുള്ള വില പോലും ഇടിക്കുന്ന ഒരു സാഹചര്യം, അത്തരം സാഹചര്യം പോലുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ വില, നിങ്ങളുടെ മനസ്സ്, അത് പലരും നിങ്ങൾ സ്നേഹിക്കുന്നവരോ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരോ മനസ്സിലാക്കുന്നില്ല എന്നത് നിങ്ങളുടെ വലിയ വിഷമമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാവുക. 11 എന്ന നമ്പർ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ അനുഭവിച്ചിട്ടുള്ള പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. വേഗത നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം, വളരെയധികം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലാകാം, കരിയറാകാം, ബിസിനസ്സാകാം, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ബന്ധങ്ങൾ പോലുമാകാം. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക്
നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു. ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാനായി പോകുന്നത്. ഈ സമയം പല വിധത്തിലും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കുറ്റപ്പെടുത്തിയവർ പോലും നിങ്ങളുടെ വിജയങ്ങൾ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടാൻ പോവുകയാണ്. ഇനി അതിന് അധികം കാത്തിരിപ്പില്ല എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഒരു പ്രധാന വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യം ആഗതമാകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. രണ്ടാമത്തെ നമ്പറായ 99 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ ഈ നമ്പർ തിരഞ്ഞെടുത്തത് പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആസന്നമായിരിക്കുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ശാന്ത പ്രകൃതക്കാർ തന്നെയാണ് നിങ്ങൾ. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല എങ്കിലും ചില അവസരങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ദേഷ്യം വന്നാൽ വളരെയധികം വിഷമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിയുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾ വളരെയധികം ദേഷ്യപ്പെടാറ് അല്ലെങ്കിൽ പ്രതികരണം വളരെ രൂക്ഷമാവുക എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും വളരെ രൂക്ഷമായിട്ട് തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അത്രമേൽ ഭാരങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പലവിധ പ്രയാസങ്ങളിലൂടെയും വിഷമതകളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലും സ്വയം തോളിലേറ്റേണ്ടതായ സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിങ്ങളിലേക്ക് വന്ന് വീഴുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല പ്രശ്നങ്ങളും നിങ്ങൾ തന്നെ പരിഹരിക്കേണ്ടതായ സാഹചര്യം, നിങ്ങൾ മുൻപിൽ നിന്നും ആ പ്രശ്നങ്ങൾ തീർക്കേണ്ടതായ സാഹചര്യം അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവർക്കോ പോലും പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പോലും സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ പിടികൊടുത്തിയിട്ടില്ല അല്ലെങ്കിൽ എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കാത്തവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. വളരെയധികം പ്രയാസപ്പെടേണ്ടതായി വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ ലഭിക്കേണ്ടത് അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ കടന്നു പോയിട്ടുള്ളതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുൻപിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനോ സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പരാതി പറയുവാൻ അല്ലെങ്കിൽ പരാതി പറയാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങളെക്കുറിച്ച് നോക്കുന്നതായ അവസരത്തിൽ ഗണിതപ്രകാരം നോക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം നിങ്ങൾക്കുണ്ട്. തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ കുറച്ച് സമയം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. സമാധാനത്തോടെ ഇരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ധനപരമായ ഒരു ഭദ്രതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകണം എന്നൊരു ഗൗരവമായ ചിന്ത നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം ചിന്തകളിലൂടെ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്തെല്ലാം മറ്റുള്ളവർ പറഞ്ഞാലും
നിങ്ങളുടെ മനസാക്ഷി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ പലപ്പോഴും കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നൊരു ചിന്ത ഉണ്ടാകാറുണ്ട്. ആ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും വിധം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അർഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന സമയമാണ്. അത് നിങ്ങൾ ഇത്രയും നാൾ പ്രവർത്തിച്ചതിൻ്റെ, ഇത്രയും നാൾ അനുഭവിച്ചു പോകുന്ന കഷ്ടതകളുടെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിന്റെ നന്മയ്ക്കായി ലഭിക്കുന്ന കാര്യങ്ങളാണ്. നിലനിന്നിരുന്നതായ വലിയ തടസ്സങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം, ധനപരമായി പോലുമാകാം, അല്ലെങ്കിൽ മാനസികപരമായ വിഷമതകളായി മാറുന്ന കാര്യങ്ങളാകാം, തൊഴിലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ഒരു മാറ്റം, അനിവാര്യമായ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും, വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബാധ്യതകൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ബാധ്യതകൾക്കുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല രീതിയിലും വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അത് ഐക്യമില്ലായ്മയാകാം, അല്ലെങ്കിൽ ചില തർക്കങ്ങളോ അത്തരം പ്രശ്നങ്ങളോ ആകാം. അതിലൊരു മാറ്റം സംഭവിക്കുകയും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിച്ചു എന്ന് വരാം. അന്തരീക്ഷം അനുകൂലമാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അർഹമായ ഒരു പ്രശംസയോ അംഗീകാരമോ സമ്മാനമോ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ അഭിപ്രായം പറഞ്ഞാലും നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഒരു പിന്തുണ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ വാക്കിന് വില നൽകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പല ബുദ്ധിമുട്ടുകൾക്കും ആശ്വാസം ലഭിക്കാവുന്ന സാഹചര്യം മാത്രമല്ല, ഒരു പുത്തൻ ഉന്മേഷം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും നടക്കുന്നതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യാം. നിങ്ങൾ സാവധാനത്തിലാണ് എങ്കിലും വളരെയധികം അനുകൂലമായ കാര്യത്തിലൂടെ നിങ്ങൾ അനുകൂലമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്. നിങ്ങൾ ഉറച്ച ഒരു മനസ്സോടെ, ശക്തമായ മനസ്സോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്.